ശേഷമേ ഞങ്ങൾ പോകുള്ളൂ. എവിടെ നിന്നാണ് വരുന്നത്? എവിടെയായാലും എവിടെ നിന്നാണ് വരുന്നത്? കണ്ടതിന് ശേഷമേ പോകുന്നുള്ളൂ. ബീച്ചിനെ കണ്ടിട്ടേ പോവുള്ളൂ. വീട്ടിലല്ല, നാളെ ആയാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. കണ്ടിട്ടേ പോകുന്നുള്ളൂ ആള്. ഇവിടെ നിന്നാണ് വരുന്നത്? കൊട്ടാരക്കര വരുവാ. കണ്ടതിന് ശേഷമേ ഞങ്ങൾ പോകുന്നുള്ളൂ. ബീച്ചിനെ നേരിട്ട് അറിയുന്നുള്ളതാണ്. നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങള് ചെറുപ്പം മുതലേ ഞങ്ങളുടെ ആവേശമാണ് ഈ കേസ്. ഒരു നോക്ക് അവസാനമായി കാണാനെത്തിയതാണ്. അവസാനമായി ഒരു നോക്ക് കാണാൻ, വിപ്ലവ സൂര്യനെ ഒരു നോക്ക് കാണാനായി വന്നതാണ്. പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കാണും. സഖാവിന് വേണ്ടി, സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി കൊട്ടാരക്കരയിൽ നിന്ന സഖാക്കളാണ് ഞങ്ങൾ. എവിടെ നിന്നാണ് വരുന്നത്? നെടുമങ്ങാട്. നെടുമങ്ങാട്. ബീച്ചിനെ ഒരു നോക്ക് കാണാൻ എത്തിയതാണോ അവസാനം? അതെ അതെ, കുടുംബക്കാരെല്ലാം ഉണ്ട്. മുഴുവനായി ഉണ്ട് ഫാമിലി. അതെ, കുട്ടികളുണ്ട്, ചേച്ചി, ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട്. അതായത് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ബീച്ചിന് ഇപ്പോൾ പൊതുദർശനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുടുംബത്തിന് മാത്രമാണ് ഇവിടെ പൊതുദർശനം ഉള്ളതാണ്. മറ്റുള്ളവരോട് നാളെ ദർബാർ ഹാളിൽ എത്താനാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ടും നിങ്ങൾ കാണാൻ വേണ്ടി തുടരുകയാണോ അല്ലേ ബീച്ചിനെ? അതെ, ഞങ്ങൾ വളരെ ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു നോക്ക് കാണണമെന്ന് വളരെ വലിയൊരു ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ വലിയൊരു ഭാഗ്യം പോലെയാണ് കാണുന്നത്. രതീഷ്, അതായത് രാത്രി ഏറെ വൈകി, ഇപ്പോൾ സമയം 12:30 അടുക്കുകയാണ്. ഇത്രയും സമയം പിന്നിട്ടിട്ടും വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഈ കാണുന്ന ജനത അത്രയും വി എസിൻ്റെ ഈ വീടിന് മുന്നിൽ, ബാർട്ടൺ ഹില്ലിന് മുന്നിലെ വി എസിൻ്റെ മകൻ്റെ ഈ വീടിന് മുന്നിൽ കൂടി നിൽക്കുന്നത്. നേരത്തെ പാർട്ടി നേതൃത്വത്തിൻ്റെ തന്നെ അറിയിപ്പായി എം വി ജയരാജൻ തന്നെ പാർട്ടി പ്രവർത്തകരോട് അറിയിച്ചതാണ്. അതായത് വീട്ടിലെ പൊതുദർശനം എന്ന് പറയുന്നത് ബന്ധുക്കൾക്ക് മാത്രമാണ്. കാരണം പ്രവർത്തകർക്ക് മറ്റുള്ളവർക്ക് കാണുന്നത് വേണ്ടിയാണ് പൊതുദർശനം ഇത്രയും നേരം AKG സെൻറ്ററിൽ തുടരുന്നത്. കാരണം 9 മണി വരെ മാത്രമാണ് അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചത്. പക്ഷേ രാത്രി ഇത്രയും നേരം അവിടെ തുടർന്നത്